ഇപ്പോൾ സോണി ചെറുവത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. മുൻ കേരള ക്യാപ്റ്റൻ സോണി ചെറുവത്തൂർ. സോണി, നോക്കൂ, നിങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒന്ന് ഫൈനൽ കളിക്കാൻ. പക്ഷേ ഇതാ നമ്മുടെ കേരളത്തിന്റെ താരങ്ങൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ കളിക്കുന്നു ഞങ്ങളുടെ മുൻ തലമുറയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ നിമിഷം സോണിക്കും വലിയ അഭിമാനമുള്ളതാണ്. ഒരുപാട് അഭിമാനം, അതിനേക്കാൾ ഒരുപാട് സന്തോഷവുമുണ്ട്. അത് പറയാതെ വയ്യ. കാരണം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള, നമുക്ക് മുമ്പ് കളിച്ചിട്ടുള്ള നമ്മുടെ സീനിയർ താരങ്ങളുടെയും ഒരു പ്രതീക്ഷ അത് തന്നെയായിരുന്നു. ഞങ്ങൾ കളിച്ചു വന്നപ്പോഴും ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കുത്തുവാക്കുകൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾക്കും ഒക്കെ ഒരു നല്ല മറുപടിയായിട്ട് കേരളം ഫൈനൽ കളിക്കുന്നത് ഇപ്പോൾ ഞാൻ മറ്റൊരു രാജ്യത്താണ്, അവിടെ നിന്നിട്ട് ഇത് പറയാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒരു ഫൈനലിനെ വെല്ലുന്ന ഒരു പക്ഷെ ഒരു ഏകദിന ക്രിക്കറ്റിന്റെ, ഒരു T20 ക്രിക്കറ്റിന്റെ ക്ലൈമാക്സ് പോലെയാണല്ലോ ഇന്നത്തെ അവസാനത്തെ നിമിഷം. താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ തട്ടിയ പന്ത് സച്ചിൻ ബേബിയുടെ കൈകളിൽ എത്തുന്ന ആ നിമിഷത്തെ എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് കുറിക്കേണ്ടത്? ഇതിനു മുമ്പ് നമുക്ക് അതിന്റെ ഒരു നല്ല പരിശീലനം കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും അത്രത്തോളം ആവേശകരമായ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു റൺ ലീഡ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഇത്തവണ സെമി ഫൈനലിലേക്ക് എത്തുമ്പോഴും ആവേശകരമായ അവസാന നിമിഷങ്ങളിലേക്ക് അവിടെയും എനിക്ക് തോന്നിയത് ഈ അവസാന പന്ത് വരെ ആ പ്രതീക്ഷ നഷ്ടപ്പെടാതെ പൊരുതാൻ കാണിച്ച ഒരു ചങ്കുറപ്പുണ്ടല്ലോ, തീർച്ചയായിട്ടും കേരള ടീമിനെ വ്യത്യസ്തരാക്കുന്നത് അതാണ്. ഫൈനലിലും വിദർഭ പേടിക്കുന്നത് കേരളത്തിന്റെ സ്കില്ലിനേക്കാൾ കൂടുതൽ ഈ ഒരു ചങ്കുറപ്പിനെ ആയിരിക്കണം. കേരളത്തിന്റെ പോരാട്ട വീര്യം അല്ലെ, സച്ചിൻ ബേബിയുടെ നായകത്വത്തിലുള്ള കേരളത്തിന്റെ പോരാട്ട വീര്യത്തെ വിദർഭ ഭയക്കേണ്ടി വരും ഫൈനലിൽ എന്ന് ഉറപ്പിക്കാം. അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സ്കിൽ വൈസ് അല്ലെങ്കിൽ പരിചയ സമ്പത്ത് കൊണ്ട് ഒരല്പം മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നിക്കാം. കാരണം കേരളം പോലെ തന്നെ ആദ്യകാലങ്ങളിൽ അത്ര വലിയൊരു ശക്തി അല്ലാതിരുന്ന വിദർഭ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത്. അത് എല്ലാ ഏജ് കാറ്റഗറിയിലും അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും അത് തന്നെയാണ്. നമ്മുടെയും കുറച്ച് ഒരു കഴിഞ്ഞ 8-10 കൊല്ലത്തെ നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാ കാറ്റഗറിയിലും, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ ചെറിയ വ്യത്യാസത്തിനാണ് പലപ്പോഴും നല്ല ടൂർണമെന്റുകളിൽ അല്ലെങ്കിൽ വൈറ്റ് ബോൾ ടൂർണമെന്റിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ, വിജയ ഹസാരയിലൊക്കെ വളരെ അടുത്തടുത്ത് നമുക്ക് ദൗർഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഭാഗ്യത്തിന്റെ ഒരു ചെറിയ കണിക നമുക്കിപ്പോ ഉണ്ടായിരുന്നു എന്ന് പറയാമെങ്കിൽ പോലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഫൈനലിലേക്ക് എത്തിപ്പെടുന്നത്. BCL സ്റ്റേഡിയത്തില് അവർക്ക് അതിന്റെ ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷെ 5 ദിവസത്തെ കളിയിൽ ആർക്കും വലിയൊരു മുൻതൂക്കം ഉണ്ടെന്ന് അവകാശപ്പെടുക ബുദ്ധിമുട്ടാണ്. ഓക്കെ, മുഹമ്മദ് അസറുദ്ദീന്റെ മനോഹരമായ സെഞ്ചുറി, അതിനെ എന്തു പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കും? കാരണം തകർന്നു പോകുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് അസർ ബാറ്റുമായി ക്രീസിലേക്ക് എത്തുന്നത്. പിന്നെ കണ്ടത് അസർ പുറത്താകാതെ നിൽക്കുന്നു. ബാക്കി അവസാനം വരെയുള്ള കേരളത്തിന്റെ ബാറ്റർമാർ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയാണ്. അസറിന്റെ പ്രകടനത്തെ എത്രമാത്രം വലിയ രീതിയിൽ തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. മുംബൈക്കെതിരെ സയ്യിദ് മുഷ്താഖ് അലിയിൽ സെഞ്ചുറി നേടിയ അസറുദ്ദീനെ ഇതിനു മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെ, സഞ്ജുവിന്റെ കാലം മുതൽ തന്നെ സഞ്ജുവിനോടൊപ്പം കളിച്ച് തുടങ്ങിയ താരങ്ങളാണ്. അവരുടെ ഏതാണ്ട് ഒരു 10 വർഷത്തെ അവരുടെ ഒരു വലിയ സ്വപ്നമായിരിക്കാം. വളരെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കുന്ന മുഹമ്മദ് അസറുദ്ദീനെ നമ്മൾ പല മത്സരങ്ങളിലും കണ്ടിട്ടുണ്ട്. വളരെ വേഗതയേറിയ സെഞ്ചുറികൾ നേടുന്ന മുഹമ്മദ് അസറുദ്ദീനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റൊരു വേർഷൻ ആയിരുന്നു. തന്റെ ടീമിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തും അത് ഒരു സൈഡിൽ ഞാൻ ഉണ്ടാകുമെന്ന്, അറ്റാക്കിംഗ് ഷോട്ട്സ് കളിച്ചില്ല എന്നുള്ളതല്ല, ഏതാണ്ട് 300 പന്ത് കളിച്ച് തന്റെ ടീമിനെ സുരക്ഷിതമായ ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ കാണിച്ച ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എല്ലാ കാലത്തും കേരള ക്രിക്കറ്റ് ഓർത്തു വയ്ക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. യെസ്, അർഹതയ്ക്കുള്ള അംഗീകാരം എന്നോണം മുഹമ്മദ് അസറുദ്ദീന് ഈ കളിയിലെ താരം എന്ന പട്ടം കൂടി കിട്ടുകയാണ്. മാൻ ഓഫ് ദ മാച്ച് മുഹമ്മദ് അസറുദ്ദീൻ ആണ്. 177 റൺസുമായി പുറത്താകാതെ നിന്ന മുഹമ്മദ് അസറുദ്ദീൻ കളിയിലെ താരമാകുന്നു. കാസർഗോഡ് തളങ്കര എന്ന് പറയുന്ന ഗ്രാമം വലിയ സന്തോഷത്തിൽ, വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് തലശ്ശേരിയിൽ കേരള ക്രിക്കറ്റിന്റെ പാരമ്പര്യം വരുന്ന തലശ്ശേരിയിൽ നിന്ന് സൽമാൻ നിസാറുമുണ്ട്. സൽമാൻ നിസാറിന്റെ പ്രകടനവും മുഹമ്മദ് അസറുദ്ദീന്റെ ഈ കോംബോ, ശ്രീ സോണി ചെറുവത്തൂർ, സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ കോംബോ കഴിഞ്ഞ കളിയിലും ഇക്കളിയിലും ഒക്കെ നമ്മളത് കണ്ടു. അത് അവര് തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം അതിനേക്കാൾ കൂടുതൽ കാലങ്ങളായിട്ട് കേരള ടീമിന്റെ ജൂനിയർ തലം മുതൽ കളിച്ചു വരുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആദ്യ
അക്കാഡമിയിലുള്ള താരങ്ങളാണ്. ആ ബാച്ചിലെ കുട്ടികളാണ് മുഹമ്മദ് അസറുദ്ദീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൽമാൻ നിസാർ ആയിക്കോട്ടെ. അതിനുശേഷം പിന്നീട് അവരൊക്കെ തന്നെ കോളേജ് അക്കാഡമിയിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന താരങ്ങളാണ്. അന്ന് കാണിച്ചു തുടങ്ങിയ പ്രതിഭയുടെ ആ ഒരു ശക്തി എനിക്ക് തോന്നുന്നു എല്ലാ മെച്യൂരിറ്റിയോടും എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി എത്തുമ്പോൾ ഈ രണ്ടുപേരുടെയും കാര്യം പല സമയത്തും ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു സൽമാൻ നിസാർ. അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ പല സമയത്തും കിട്ടാതെ പോയിട്ടുണ്ട്. കാരണം ടീമിലെ മറ്റ് അദ്ദേഹത്തിന്റെ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നോക്കുക, തനിക്ക് കിട്ടിയ അവസരം എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം മുതലാക്കിയിരിക്കുന്നത്. സൽമാൻ നിസാർ, എനിക്ക് തോന്നുന്നു സൽമാൻ നിസാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്, സൽമാൻ നിസാർ ഇല്ലാത്തത് IPL നഷ്ടമായിട്ട് വിദഗ്ധർ വിലയിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ, വളരെയധികം നന്ദി. കാരണം താങ്കൾ ഉൾപ്പെടുന്ന കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾ വെട്ടി നൽകിയ വഴിയിലൂടെയാണ് നമ്മുടെ പുതിയ തലമുറ സഞ്ചരിച്ചത്. ആ സഞ്ചാരം ഇപ്പോൾ എത്തി നിൽക്കുന്നത് രഞ്ജി ട്രോഫി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂർണമെന്റിന്റെ തലപ്പത്താണ്, ഫൈനലിലാണ്. ഇനി ഒരേ ഒരു വിജയം മാത്രം, കപ്പ് കേരളത്തിലേക്ക് ആദ്യമായി എത്താൻ. അജി, അത് തന്നെയാണ് കേരളം ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കേരള ക്രിക്കറ്റ് കടന്നു പോകുന്നത്. കേരളത്തിന്റെ 74 വർഷത്തെ കാത്തിരിപ്പിനും 352 മത്സരങ്ങളിലെ പോരാട്ടത്തിനും ശേഷമാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത്. ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ വാർത്തയിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം ഒരിടവേള.